അപ്പോൾ നമ്മൾ ഒരു മെയിൻ സ്ട്രീം സിനിമയെ സ്വപ്നം കാണുമ്പോൾ അത് കൊമേഴ്സ്യലി വയബിൾ ആവുക, അതിനുവേണ്ടി കഷ്ടപ്പെടുന്ന, അതിനുവേണ്ടി ഓരോ രൂപ ഇറക്കുന്ന ഒരു പ്രൊഡ്യൂസറിന് അല്ലെങ്കിൽ ആ പ്രൊഡക്ഷൻ ടീമിന് അവർക്കൊരു വയബിലിറ്റി ഉണ്ടാവുക, അതുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും സുസ്ഥിരമായിട്ടുള്ള സമാധാനമായിട്ട് ജീവിക്കാൻ കഴിയുന്ന ഒരു ഫിനാൻഷ്യൽ ബെനിഫിറ്റ് അതിൽ നിന്നും ഉണ്ടാവുക എന്നുള്ള ഒരു കാര്യം നമ്മളെല്ലാവരും ഉറച്ച് വിശ്വസിക്കുന്ന ഒരു പോളിസിയാണ്. റാദർ ദാൻ ബീയിങ് ആൻ ആർട്ടിസ്റ്റിക് ഫിലിം എന്നുള്ളതിനപ്പുറം, ഒരു ആശയം പുറത്തേക്ക് കൊണ്ടുവരുന്നതിനപ്പുറം സിനിമയ്ക്ക് ഒരു ഫിനാൻഷ്യൽ സസ്റ്റൈനബിലിറ്റി ഉണ്ടാവണം നമ്മളെല്ലാവരും ഉറച്ച് വിശ്വസിക്കുന്നതാണ്. ഈ ഫിനാൻഷ്യൽ സസ്റ്റൈനബിലിറ്റി നമ്മൾ നോക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയൊരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഈ മാർക്കറ്റിൻ്റെ ചേഞ്ചാണ്. ഇപ്പം ഉദാഹരണത്തിന് KGF തന്നെ എടുക്കുക. KGF ഇന്ത്യൻ സിനിമയുടെ തന്നെ ആ ഒരു സമയത്ത് സൗത്ത് ഇന്ത്യൻ സിനിമയുടെ തന്നെ മാർക്കറ്റിനെ ഭയങ്കരമായിട്ടൊന്ന് പിടിച്ച് കുലുക്കിയ ഒരു പ്രതിഭാസമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. KGFൻ്റെ പാലറ്റ് ഇറങ്ങി, KGFൻ്റെ ഒരു ടെംപ്ലേറ്റ് പിടിച്ച് ഇറങ്ങാൻ ശ്രമിച്ച ഒരുപാട് സിനിമകളെല്ലാം പിന്നീട് പരാജയപ്പെടുന്ന കാഴ്ചയാണ്. അതുപോലെ ലോകേഷ് കനകരാജ്, അദ്ദേഹത്തിൻ്റെ ഒരു കൈൻഡ് ഓഫ് കൺസ്ട്രക്ഷൻ, പക്ഷേ അദ്ദേഹത്തിന് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു കൈൻഡ് വീണ്ടും സക്സസ്ഫുൾ ആയിട്ട് പുനഃസൃഷ്ടിക്കാൻ കഴിയുന്നില്ല. സെയിം ആസ് KGFനും അങ്ങനെ തന്നെയാണ് അല്ലേ ഒരു പരിധി വരെ. അപ്പം മാർക്കറ്റ്, നമ്മുടെ കേരള മാർക്കറ്റ് ആണെങ്കിലും ചില സമയത്ത് ഒരു 2000 റേഞ്ചിൽ നോക്കിക്കഴിഞ്ഞാൽ ദിലീപേട്ടൻ്റെ ഒരുപാട് ഒരു തമാശ പടങ്ങൾ, ആ ഒരു കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഫാമിലിയായിട്ട് പോകുന്ന സിനിമകളുടെ ഒരു ഘോഷയാത്ര തന്നെ ആ സമയത്തുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് പ്രകൃതി പടങ്ങളുടെ പിന്നാലെ പോയി. ഇതിനിടയിൽ കൂടെയൊക്കെ നമ്മൾ തെന്നിയും തെറിച്ചും കുറച്ച് പോലീസ് സിനിമകൾ വരുന്നു. അപ്പോൾ ഇവിടെ മാർക്കറ്റ് എന്ന് പറയുന്നതിന് ഒരു സ്വഭാവം, ഒരു പൊതു സ്വഭാവം, ഈ പ്രകൃതി പടങ്ങൾ, ലാർജർ ദാൻ ലൈഫ് ക്യാൻവാസ്, മാസ് പടങ്ങൾ, അങ്ങനെ മാറി മാറി വരുന്ന ഒരു കാഴ്ച നമ്മൾ സിനിമയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. മനോജിന് ഈ ഒരു കാര്യത്തിലുള്ള ടേക്ക് എന്താണ്? ഇങ്ങനെ ഒരു മാർക്കറ്റിനനുസരിച്ച് സിനിമയുടെ സ്ട്രക്ചർ മാറ്റേണ്ട ആവശ്യമുണ്ടോ? ഈ മാർക്കറ്റിനനുസരിച്ച് നമുക്ക് സിനിമയുടെ സ്ട്രക്ചർ മാറ്റാൻ അങ്ങനെ നമുക്കൊരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇവിടെ നമ്മുടെ മാർക്കറ്റിൽ എല്ലാ ടൈപ്പ് ഓഫ് സിനിമകളും റണ്ണാവുന്നുണ്ട്. പിന്നെ ചോദിച്ചതുപോലെ ഇപ്പോൾ ഒരു ചോദ്യം എങ്ങനെയായിരുന്നു, മറ്റേ ഒരു ടൈം പീരീഡിൽ ഈ ആക്ഷൻ സിനിമകളാണെങ്കിൽ അത് കഴിഞ്ഞ് ഓഡിയൻസ് അതിനെ മടുത്തു തുടങ്ങുന്നു. അപ്പോഴത്തേക്ക് അടുത്ത ജോണേഴ്സ് ആൾക്കാർ ഇഷ്ടപ്പെട്ടു വരുന്നു. അത് നമ്മൾ കുറച്ച് കാലങ്ങളായി കണ്ടുവരുന്ന ട്രെൻഡ് അതാണ്. അത് റിപ്പീറ്റഡ്ലി നമ്മളിങ്ങനെ ഒരു ജോണറിലുള്ള പടങ്ങൾ തന്നെ ഇങ്ങനെ സിനിമകൾ തന്നെ ഇങ്ങനെ കണ്ടുകൊണ്ട് വരുമ്പോൾ അത് നമ്മൾ അതിൻ്റെ പല സ്റ്റേജസ് ഓഡിയൻസ് കണ്ട് അവരത് ക്യാരി ചെയ്യുന്നുണ്ട്. കാരണം അവർ മനസ്സിലേക്ക് സാധനം ക്യാരി ചെയ്യുന്നുണ്ടല്ലോ. ഓരോ സിനിമകളും നമ്മൾ കണ്ടിട്ടത് ഓർമ്മിച്ച് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആക്ഷൻ സിനിമ ഇറങ്ങുന്നു, അതുപോലെ തന്നെ അതിൻ്റെ ചുവട് പിടിച്ചിട്ട് അത് മാർക്കറ്റിൽ സക്സസ് ആകുമ്പോഴത്തേക്കും തന്നെ അതിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ അതിൽ നിന്ന് ഇൻസ്പയറായി മറ്റ് ആക്ഷൻ സിനിമകൾ. അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടിന്യൂഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കണ്ട് ഓഡിയൻസ് വന്ന് അതുമായിട്ടുള്ളൊരു ഇഷ്ടം കുറഞ്ഞു വരുമ്പോൾ ഇപ്പോൾ ഫാൻറ്റസി ജോണർ ക്ലിക്കാവുന്നുണ്ട്. പിന്നെ അതിൽ എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അത് മാർക്കറ്റിൽ ഭയങ്കര ഒരു ഓളം സൃഷ്ടിക്കുന്നൊന്നുമില്ല. അതിപ്പം ഏത് സമയത്തും ഏത് ജോണർ സിനിമകൾ ഇവിടെ ഇറങ്ങുന്നുണ്ട്. നല്ല സിനിമകൾ ആളുകൾ വരവേൽക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു കൈൻഡ് ഓഫ് ഇപ്പോൾ ഒരു ആക്ഷൻ സിനിമ തന്നെ ഇറങ്ങിയാൽ എല്ലാവരും ഈ ആക്ഷൻ സിനിമയുടെ പുറകെ തന്നെ പോകുമ്പോൾ ഈ ആവർത്തന വിരസത ഓഡിയൻസിനും തോന്നാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമാണ്. ഈ മിക്സപ്പായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ഓഡിയൻസിന് നല്ല സിനിമകൾ സ്വീകരിക്കാൻ എപ്പോഴും സാധിക്കും. അത് തന്നെയാണ് എൻ്റെ വിശ്വാസം. സിനിമ ഒരു സിനിമയെ പറ്റി ഒരു കോട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. സിനിമ ഈസ് എ ഹീലിംഗ്. പലർക്കും സിനിമ എന്ന് പറയുന്നത് ഒരു പാഷൻ എന്നുള്ളതിനപ്പുറം ഒരു സ്വയം ഹീൽ ചെയ്യാനുള്ള, അവനവൻ്റെ മുറിവുകൾ ഉണക്കാനുള്ള ഒരു വഴി കൂടിയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു കൺക്ലൂഷനായിട്ട് ആ ഒരു ചോദ്യം തന്നെ എടുക്കുക. എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ട് സിനിമ ഈസ് എ ഹീലിംഗ്? അല്ലെങ്കിൽ നമ്മുടെ ക്രിയേഷൻസിന്, നമ്മുടെ വ്യക്തി ജീവിതത്തിലുള്ള റിഫ്ലക്ഷൻസ് അല്ലെങ്കിൽ ചില അലയൊലികൾ ഇൻഫ്ലുവൻസ് ചെയ്യും, അത് എങ്ങനെയെങ്കിലും നമ്മളെ വീണ്ടും മുന്നോട്ട് ത്രൈവ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുകയൊക്കെ ചെയ്യാറുണ്ടോ? ചോദ്യം ഭയങ്കര രസകരമായിട്ടുള്ള ചോദ്യം. സിനിമ ഹീൽ ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര രീതിയിൽ സിനിമ ഹീൽ ചെയ്യാറുണ്ട്. ഞാൻ പണ്ട് മുതലേ സിനിമ കാണാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ്. ഒരു വീക്കിലൊരു തവണയെങ്കിലും എനിക്ക് തിയേറ്ററിനകത്ത് പോകണം. സിനിമ കണ്ടില്ലെങ്കിൽ എനിക്കൊരു തിയേറ്ററിൻ്റെ ആംബിയൻസിനകത്ത് എനിക്ക് ഇരിക്കണം എന്നുള്ള ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം എനിക്ക്
ഭയങ്കര വിഷമം തോന്നുമ്പോൾ ഇപ്പോൾ എല്ലാം എനിക്ക് തിയേറ്ററിൽ സിനിമ കാണാൻ പോകണം. അതിപ്പോൾ ഇനി കണ്ട സിനിമയാണെന്ന് ഇനിയിപ്പോൾ എല്ലാവരും കൊള്ളൂല എന്ന് പറഞ്ഞ സിനിമയാണ്, എനിക്ക് അങ്ങനെയല്ല, സിനിമ കണ്ടാൽ മതി, അല്ലെങ്കിൽ തിയേറ്ററിനകത്ത് പോയാൽ മതി. ഈ തിയേറ്ററിനകത്ത് ഒരു ആഴ്ചയിൽ ഒരു വീക്കിൽ ഒരു തവണയെങ്കിലും തിയേറ്ററിൽ പോയില്ല എന്നുണ്ടെങ്കിലായിരിക്കും എനിക്ക് വിഷമം ഉണ്ടാകുന്നത്. ഒരുപാട് സിനിമകൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഈ സിനിമയിൽ നിന്ന് നല്ല കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്, നല്ലതിനെ സ്വീകരിക്കും, അല്ലാത്തവയെ നമ്മൾ പാടെ ഉപേക്ഷിക്കാറുമുണ്ട്. പക്ഷേ ഇപ്പം എല്ലാ കാര്യങ്ങളും അങ്ങനെയല്ല. ഇപ്പം നമുക്ക് തന്നെ ചിന്തിക്കാനൊരു സെൻസ് ഉണ്ട്. ഇപ്പം ചിലർ പറയും സിനിമ കണ്ടിട്ടാണ് ഓരോ ആൾക്കാർ വഴിപഴച്ചു പോകുന്നത്, മദ്യപിക്കുന്നത്, പുകവലിക്കുന്നത് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അതിനോട് ഞാൻ തീരെ യോജിക്കുന്നില്ല. കാരണം അതൊരിക്കലും ഒരു ഡയറക്ടറിൻ്റെയോ ഒരു റൈറ്ററിൻ്റെയോ ഒന്നും മിസ്റ്റേക്ക് അല്ല. കാരണം അത് നമ്മൾ സിനിമ കാണുന്ന ഒരു ആസ്വാദകൻ അതിനെ എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇവിടെ ആരും ഒരു KGF ഒരു ലിയോയോ കണ്ടിട്ട് ആരെയും വെട്ടിക്കൊല്ലാൻ പോയിട്ടില്ല. ആരും തോക്കെടുത്തിട്ട് പിറ്റേ ദിവസം ഗണ്ണെടുത്തിട്ട് ആരെയും കൊല്ലാൻ പോയിട്ടില്ല, ഷൂട്ട് ചെയ്യാൻ പോയിട്ടില്ല. അപ്പോൾ ഈ സിനിമ കണ്ട് നശിക്കുന്നു എന്ന് പറയുന്നവരടുത്ത് എനിക്ക് ഇതിൽ കൂടുതൽ നല്ലൊരു മറുപടി പറയാനില്ല. കാരണം അത് നമ്മൾ സ്വീകരിക്കുന്ന പോലെ ഇരിക്കും. കാരണം സിനിമ കാണുന്ന ഓരോ ആൾക്കാർക്കും ഇപ്പം ഞാനാണെങ്കിലും ഗണേശാണെങ്കിലും സിനിമ കാണുന്ന ഓരോ ഓഡിയൻസിനാണെങ്കിലും നമുക്ക് ചിന്തിക്കാനൊരു യുക്തിയുണ്ട്. നമ്മളതാണല്ലോ ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മൾ ആവശ്യമുള്ള ഇപ്പം നമുക്ക് സിനിമയിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാൻ കിട്ടുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അഡാപ്റ്റ് ചെയ്യുക. ബാക്കിയുള്ള എല്ലാത്ത കാര്യങ്ങളും നമ്മൾ വിട്ടുകളയുക. അല്ലാതെ സിനിമ ഒരു മനുഷ്യനെ നശിപ്പിക്കാനോ ഒരു മനുഷ്യനെ നന്നാക്കാനോ ശ്രമിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനെ എപ്പോഴും ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഒരു നല്ല സിനിമ കാണാൻ പോയിട്ട് ഒരു നല്ല സിനിമ കാണാൻ പറ്റിയില്ല, അതൊരു മോശം സിനിമയായിട്ട് എനിക്ക് തോന്നിയെങ്കിൽ അന്നത്തെ ദിവസം എന്നെ വിഷമിപ്പിക്കുന്ന വേറൊരു ഘടകമില്ല. അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഒരു സിനിമ എന്നെ ഭയങ്കര രീതിയിൽ എൻ്റെ ക്യാരക്ടറിനെ മാറ്റാനോ എന്നിൽ ചേഞ്ച് കൊണ്ടുവരാനോ സിനിമയ്ക്ക് സാധിച്ചിട്ടില്ല. സന്തോഷം കൊണ്ടുവരാനും ദുഃഖം കൊണ്ടുവരാനും സാധിച്ചിട്ടുണ്ട്.